അവൻ ഒരു മുൾച്ചെടിയെടുത്ത് കൊണ്ടിട്ടതിനെ ശ്രദ്ധിത ഒരു അൻപിൻപാട് ദൂരത്ത് പോയി നിന്ന് നിലവിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? കാരണം അവളെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. ഇന്നും പകൽക്കാൽ ഞാൻ ദൈവമക്കളോട് ദൈവാത്മാവ് ദൂതുകയും പറയട്ടെ, എടാ നിന്നെ വിളിച്ച് ദൈവമാണെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ, എടാ നിന്റെ അകത്ത് ജീവിതത്തിന് ഒരു ശൂന്യത വരുമ്പോൾ അവിടെ അയ്യം വിളിക്കുകയല്ല വേണ്ടത്, അതിന്റെ അകത്ത് കൊടഞ്ഞു കയറാൻ തയ്യാറാകണം. അത് തയ്യാറാകണമേ നിന്റെ അകത്തൊരു ആത്മീയ പവർ ഉണ്ടായിരിക്കണം, അത് ഹോളി സ്പിരിറ്റ് ഉണ്ടായിരിക്കണോ, ആത്മാവിന്റെ കൃപകൾ ഉണ്ടായിരിക്കണോ. ആ കൃപകൾ ഓരോരുത്തരുള്ള ഒരുത്തരല്ലോ പിശാച് ദൃഷ്ടി വയ്ക്കുകയില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ തന്നെ ഈ സമയത്തിന്റെ അകത്ത് അതിന് തീരുന്ന ഒരു വചനമല്ല ഇത്. ഞാൻ ഒരു ഷോർട്ടായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥന കർത്താവിന്റെ സന്നിധിയിലായിരിക്കുക. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് കർത്താവ് പറയുന്നു, ആമേൻ, ആകാരം നിന്റെ മുമ്പിൽ തന്നെ ഒരു നീരുറവ പൊങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്റെ നന്മ നിന്റെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട് ദൈവമക്കളെ. ആമേൻ. എന്താ നിന്റെ നന്മ നിന്റെ മുന്നിൽ കാണാതെ നിനക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത രീതിയില്ല. ആമ നിന്റെ കൈകാലുകൾ പിടിച്ചു വെച്ചിരിക്കുന്നതായ, നിന്റെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്ന, നീ നോക്കുമ്പോൾ എല്ലാം കാണുന്നുണ്ട്, പക്ഷേ നിന്റെ നന്മയിലോട്ട് കാല് വയ്ക്കാൻ പറ്റാതെ ബ്ലോക്ക് ചെയ്തു വച്ചിരിക്കുന്ന മണ്ഡലങ്ങള് ഏതാണെന്ന് നീ തിരിച്ചറിഞ്ഞ് പ്രതികരിച്ച് പുറത്തു വരാൻ തയ്യാറായാൽ നിന്റെ തലത്തെ ഉയർത്തിയിരിക്കും. പറയണമെങ്കിൽ ഞായറാഴ്ച 6:30 മാത്രം വന്നിട്ട് ഒരു പാട്ട് പാടിയിട്ട് മുന്നോട്ട് പോയാൽ മാത്രം പോരാ കേട്ടോ. ഹല്ലേലൂയ. എന്റെ ഒരു പ്രത്യേകതയാണ്, എവിടെ മെസ്സേജിന് പോയാലും തിരിച്ചാ ചർച്ച വിളിക്കാറില്ല, കാരണം കീറി വെച്ചിട്ടേ പോകുന്നുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ കീറാനൊന്നും നിൽക്കുന്നില്ല. സമയത്തിന് ദേവദാസൻ പറഞ്ഞ സമയത്തിന് ഞാൻ എത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത വചനം എന്താണോ വചനം ഉള്ള പോലെ കൊടുക്കണം. വചനത്തിലൂടെ അല്ലാതെ ഒരു വിടുതലും കിട്ടുന്നില്ല. കർത്താവ് ഓപ്പറേഷൻ ചെയ്യാനും അറിയാം, തുന്നി കെട്ടാനും അറിയാം, മെഡിസിൻ തരാനും അറിയാം. അതുകൊണ്ട് ഇതുപോലെ ഞാൻ കീറാനും മുറിക്കാനൊന്നും പോകുന്നില്ല. ചുരുക്ക സമയം മാത്രമേ ഉള്ളൂ. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ദൈവത്തെ ഞായറാഴ്ച ദിവസം ദൈവസ്ഥലിൽ വന്നിട്ട് ഒരു പാട്ട് പാടി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു ദൈവ പൈതലാകത്തില്ല. നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ പറയുന്നു. നിനക്കൊരു അല്പം അന്യഭാഷ കൊണ്ട് അന്യഭാഷകൾ ചാടി എന്ന് പറഞ്ഞിട്ട് നീ ദൈവപൈതലാകത്തില്ല. ദൈവദാസൻ നേരത്തെ സംഗീതത്തിലെ വ്യക്തങ്ങൾ പറഞ്ഞു, ദൈവഗീത പ്രകാരം നടക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ മാത്രമേ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്ന യോഗ്യതയുള്ളൂ. അവന്റെ ജീവിതത്തിന്റെ അകത്ത് സമൃദ്ധി ഉണ്ടായിരിക്കും. ആ ഉപ്പും മുളവാണ് തിന്നാനുണ്ടെങ്കിൽ അവന്റെ വീടിന്റെ അകത്ത് സമാധാനം കാണുന്ന, അല്ലാതെ നീ എത്ര കൈകളിട്ടടിച്ചിട്ട് നൃത്തത്തോട് ആരാധിച്ചിട്ട് കാര്യമില്ല. നീ ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് ഓടുന്ന ദൈവ പൈതലാണെങ്കിൽ നിന്റെ നന്മ നിന്റെ മുമ്പാകെ വന്നിരിക്കും. കർത്താവ് ഞാൻ വാഴ്ത്തത് വാക്കു മാറാത്തൊരു ദൈവമാണെന്ന് എല്ലാരും പറഞ്ഞ കാര്യം അല്ലെ? എല്ലാരും പറഞ്ഞൊരു കാര്യമാണ്. മാസ്റ്റർ ഇത്രയും വർഷം കൊണ്ട് ഞാൻ പലയിടങ്ങളിൽ പോകുമ്പോൾ ആന്ധ്രാപ്രദേശിലെ എല്ലാത്തിനും കടന്നു പോകുമ്പോൾ പലരും പറഞ്ഞൊരു ഡയലോഗാണ്. എന്തെന്നറിയാമോ? ഞാൻ ഇത്രയും വർഷമായി ദൈവസംഘങ്ങളിൽ എനിക്കൊന്നും കിട്ടിയില്ല, എനിക്ക് കിട്ടാത്തൊരു കാലം അവന്റെ കയ്യിൽ പോകണ്ടേ. ഞാൻ കട്ടിയാക്കുന്നില്ല. നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു അനുഗ്രഹം കിട്ടിയില്ല എങ്കിൽ നിന്റെ കുറവോട് തന്നെയാ. അല്ല തൊട്ടടുത്തുള്ള വീട്ടുകാർ പണി ചെയ്ത് വെച്ചേക്കുന്നത് മന്ത്രം ചെയ്ത് വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ ദൈവത്തിന് സ്ട്രോങ് ആണെങ്കിൽ ഒരു മന്ത്രം അതിനെ വലിക്കുകയില്ല. കർത്താവ് ഒരു ബാധയും അതറിയാം, എന്നിട്ടും കരച്ചില്ല. അപ്പുറത്തുള്ളവൻ കുറച്ച് കുങ്കുമപ്പൂവോ എന്തെങ്കിലും കൊണ്ടുവന്ന് അവൻ നമ്മളെ വീടിന്റെ അകത്ത് കൊണ്ടിട്ട് ദൈവം അതോളം തീർന്നു. പിന്നെ വിറയിലും പനിയാണ്. എന്താ കാരണം എന്നറിയാമോ? അവൻ എന്തോ ചെയ്തു വെച്ചിരിക്കുക, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നാ. ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നീ പറയും അവൻ വന്നവൻ വന്ന പോലെ തിരിച്ചു പോകും. എല്ലാം തുറന്നവെങ്കിൽ ദൈവം അറിയാതെ തൊടത്തില്ല. അതാണ് ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് ഇടയ്ക്കിടക്ക് തിരിഞ്ഞു നോക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇയ്യോബിന്റെ ജീവിതത്തിൽ എല്ലാം അറിയാലല്ലേ? അത് ഇടയ്ക്കിടക്ക് തിരിഞ്ഞു അതൊരു പഠനമാണ്. അത് സ്റ്റോറി, അതൊരു പഠിക്കാനുള്ള കാര്യമാണ്. കാരണം വിശ്വാസത്തിൽ വീരനായിരിക്കുന്നവരെ ഒരുത്തനും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഓടുന്ന ദൈവ പൈതലാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ
ഞാൻ പറയട്ടെ, നിന്റെ തൊടുവാൻ ഒരുത്തന് കഴിയുകയില്ല. നിന്റെ ബിസിനസ് മണ്ഡലങ്ങളിൽ ഏതായാലും ആത്മീയ ഗോളത്തിന്റെ ഭൗതിക മണ്ഡലത്തിന്റെ അകത്തായിരുന്നല്ലോ വാർത്തന വന്നുകൊണ്ടേയിരിക്കും. ആത്മീയ മണ്ഡലത്തിന്റെ അകത്ത് ആമേ അന്യഭാഷയുടെ കൂടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഉള്ള പ്രത്യേകത ഒന്ന് ഞാൻ പറയട്ടെ. ആമേ ആമേ പിശാചി വിറയ്ക്കാൻ തുടങ്ങും, അവ ഓടാൻ തുടങ്ങും. കാരണം അന്യഭാഷയുടെ പവർ അത്രത്തോളം വലുതാണ്. ഹല്ലേലൂയ. ആമേ ഏറ്റവും മെയിനായിട്ട് ഇമ്പോർട്ടന്റ് ആയ വിഷയത്തിന്റെ അകത്തേക്ക് ഞാൻ കയറുവാ. ജസ്റ്റ് ഇറങ്ങി വരാം. ഹല്ലേലൂയ. ആമേ അന്യഭാഷ നീ പ്രാപിക്കാൻ തയ്യാറാണെങ്കിൽ അന്യഭാഷ നീ പ്രാപിച്ചോളൂ കേട്ടോ. അതെന്താ പറയുക, ഒരു പിൻകോഡാണ്. കർത്താവ് നീയുമായിട്ടുള്ള ഒരു പിൻകോഡാണ്. ഹല്ലേലൂയ. ആമേ നിന്റെ നന്മകളുടെ കർത്താവ് ചോദിച്ചു വാങ്ങേണ്ട നീയും ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ അകത്ത് നിന്ന് ആമേ നീ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു പിൻകോഡാണ് അന്യഭാഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ATM പോയിട്ട് ആമേ ഒരു കാർഡ് ഇട്ടേഷൻ നിന്റെ പിന്നടിച്ചാൽ മാത്രമേ നിനക്ക് ആവശ്യമുള്ള എമൗണ്ട് വരത്തുള്ളൂ. അതേപോലെയാണ് ദൈവവും നീയുമായിട്ടുള്ള രഹസ്യ കോഡാണ് ആമേ അന്യഭാഷ എന്ന് പറയുന്നത്. അത് ഉള്ളവനെ പിശാച് തകർക്കാൻ കഴിയുകയില്ല. കാരണം അന്യഭാഷയുടെ പ്രത്യേകത എപ്പോഴും 24 hours തീ പകർന്നുകൊണ്ടിരിക്കുക. ആ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തതിനെ തൊടുവാൻ കഴിയുകയില്ല, ഒരുത്തതിന്റെ അടുത്ത് പോലും വരത്തില്ല. അതിനർത്ഥം ഞാൻ ഒന്ന് പറയട്ടെ, നിന്റെ അകത്ത് വാഴുന്നവൻ അവൻ ജീവനുള്ളവനാണെന്ന്. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിന്റെ അകത്ത് വാഴുന്നവൻ ജീവനാണെന്നുള്ളവനെന്ന് ആമേ നിനക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ നീ ഒരു വിഷയത്തിന്റെ അകത്ത് തളർന്നു പോവുകയില്ല. അവൻ കയ്യിലിരുന്ന എല്ലാ സകലതും ശൂന്യമായപ്പോൾ ചെയ്തൊരു കാര്യമാണ്, കുഞ്ഞിനെ കൊണ്ടുവന്ന് എന്ത് ചെയ്ത ഒരു മുൾച്ചെടി അടുത്ത് കൊണ്ടിട്ടതിന് ശേഷം ഒരു അൻപിൻപാട് ഒരു സ്നേഹത്തിന്റെ ആമേ ഹല്ലേലൂയ അത്രത്തോളം ദൂരത്തിന്റെ അകത്ത് ഓടിച്ചത് കരഞ്ഞ് നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ഒരു കാര്യം, വാഴ്ചന്റെ സന്തതി എവിടെ ഉണ്ടോ അവിടെ അവൻ തല കുനിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഒരു വാഴ്ചത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിന്റെ അകത്ത് കർത്താവ് ഒരു വാഴ്ചത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ ഒരു ജാതിയാക്കി മാറ്റുമെന്ന് കർത്താവ് വാഴ്ചത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ മകൻ ദൈവാത്മാവിനെ ദൂത് കൈമാറുന്നു. അവൻ നിന്നെ തകർക്കുവാൻ ആർക്ക് കഴിയുകയില്ല. ആ വാഴ്ചത്തം പൂർത്തീകരിക്കുന്നത് വരെ കർത്താവിന്റെ വഴി നടത്തും. അത് എത്ര മരുഭൂമിയായിരുന്നാലോ, എത്ര മരണത്തിന്റെ ഭാഷകൾ ആചരിച്ചാലോ ഒരിക്കൽ മുന്നോട്ട് പോകാൻ പറ്റാത്തരികില്ല. എത്ര വലിയ മതിലുകൾക്ക് മുൻപാകെ പോകി നിന്നാലോ കർത്താവ് പറയാണ് വാഴ്ത്തത്വമുള്ള